ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ്. അപ്പോൾ ഓണസദ്യക്കും എല്ലാ സദ്യകൾക്കും വിളമ്പാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റമാണ്. പുളിയും എരിവും മധുരവും ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ നന്നായിട്ട് ചെത്തി കളയണം കേട്ടോ. നല്ല ക്ലീനായിട്ട് തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയതിന് ശേഷം ഇത് മുറിച്ച് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതിൻ്റെ നടുവിലുള്ള ഒരു കട്ടിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതുപോലെ കുക്കറി വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് കുക്കറി വെച്ചിരിക്കുന്നത്. പൈനാപ്പിളിന് അല്പം വേവൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്തേക്ക് മഞ്ഞളും മുളക് പൊടിയും ചേർക്കുക, ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകാണ് ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, അതുകൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഒരു കപ്പ് വെള്ളം ധാരാളം മതിയാവും. അതുപോലെ പൈനാപ്പിളിനകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 4-5 വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വരുത്തുക. അപ്പം പൈനാപ്പിൾ വെന്ത് പോകുന്നൊരു സംഭവമൊന്നുമല്ല, ഇച്ചിരി നന്നായിട്ട് വേവുണ്ട്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട്, പിന്നെ ഒരു ആവശ്യത്തിന് അതിന് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. തൈര് വേണമെങ്കിലും ചേർത്ത് നമുക്ക് അരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരാണ്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1 കപ്പ് വരെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എങ്കിലും അതിനകത്ത് കുക്കറിലായതുകൊണ്ട് വെള്ളം കുറേം കൊണ്ട് വറ്റാനുണ്ട്. അപ്പം ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കാരണം ഈ പച്ചടി കിച്ചടിയിലൊക്കെ നമുക്കറിയാമല്ലോ, അത് വെള്ളം അധികം ഇല്ലാത്ത കറികളാണ്. അപ്പം ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റുന്നതിന് വേണ്ടി ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ കിച്ചടിക്ക് അറിയാമല്ലോ, ഒരു മധുരമുള്ള തൊടുകറിയാണല്ലോ. അപ്പം അല്പം മധുരം പുളി എല്ലാം ഉണ്ട്. മധുരം ചേർത്ത് കൊടുത്തിട്ട് 3 സ്പൂൺ ഉണ്ടെങ്കിൽ ആവശ്യത്തിനായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ അല്പം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങയുടെ കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ കുറുകി വരും. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഉടച്ച തൈരാണ്. ആ തൈരും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പുളിയുള്ളതാണെങ്കിൽ അല്പം ചേർക്കുക, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. പുളിയില്ലാത്ത തൈര്, എൻ്റെ കയ്യിൽ ചെറിയ പുളി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്തത്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ലേശം കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ചേർത്തതിന് ശേഷം ഒരുപാട് തിളയ്ക്കരുത് കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ആ സമയത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് വറവിടാം. അതിനുവേണ്ടി 2 സ്പൂൺ എണ്ണയിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ചേർത്തിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ട കിടിലനായിട്ടുള്ള നമ്മൾ ഒരു മധുര കിച്ചടി എന്ന് പറയും. ചിലർ മധുര പച്ചടി, മധുരം ഇട്ട് കഴിയുമ്പോൾ പച്ചടി കിച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തും പറയുന്നതിൽ. അപ്പോൾ നമ്മുടെ സദ്യയിലെല്ലാം ഒഴിച്ചു വിടാനാവാത്ത ഒരു കിടിലൻ ഐറ്റമാണിത് കേട്ടോ. ഓണത്തിനെന്നല്ല, ഏതൊരു സദ്യയിലും നമുക്ക് ഇപ്പം വീട്ടിലാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ടിഫിൻ ബോക്സിലും കൊടുത്ത് വിടാൻ നല്ല സൂപ്പറാണ്, ചോറിനൊക്കെ കഴിക്കാൻ. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പൈനാപ്പിളിൻ്റെ കിച്ചടിയാണ്. അപ്പോൾ ഈ ഓണവിഭവത്തിൻ്റെ അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.